ഹലോ, നമുക്കിന്ന് ഡോണറ്റ്സ് ഉണ്ടാക്കിയാലോ? പിള്ളേരൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡോണറ്റ്സിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. വലിയ ഷേപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നാലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ ഞാൻ മുട്ടയൊന്നും യൂസ് ചെയ്തില്ല കേട്ടോ, അല്ലാതെയാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കിപ്പോൾ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാലുണ്ടല്ലോ, പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ പാല് വെച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. ശരിക്കും ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിരിക്കണം. ചപ്പാത്തി പോലെ ടൈറ്റ് ആയിരിക്കരുത്, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് അത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതുപോലെ പാലൊഴിക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരുപാട് അങ്ങ് ഒഴിക്കരുത് കേട്ടോ. നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നോക്കിയിട്ട് കുഴച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മളൊരു 10 മിനിറ്റെങ്കിലും ഇതിങ്ങനെ എന്താ പറയുക കുഴച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അതിന് നമുക്ക് ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് ബണ്ണ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ ബണ്ണായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഡോണറ്റ്സ് വേണ്ട. പക്ഷേ അതും നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. ഞാനൊരു 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ സാധാരണ എല്ലാവരും അത് ആ മാവ് ഒറ്റയടിക്ക് തന്നെ അങ്ങോട്ട് പരത്തിയിട്ട് എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് റൗണ്ടിലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലും ചെറിയ ബോട്ടിലിൻ്റെ എന്തെങ്കിലും കൊണ്ട് റൗണ്ട് ചെയ്തെടുക്കും, അങ്ങനെ എടുക്കുന്നത്. പക്ഷെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടയാക്കി എടുക്കില്ലേ, അതുപോലെ ഓരോരോ ചെറിയ ചെറിയ ഉണ്ടയാക്കി എടുക്കും. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തും. അത് ഷേപ്പ് ചെയ്യാനൊന്നും നിൽക്കില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ചെറിയ നോസിലുണ്ടല്ലോ നമ്മുടെ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഹോൾ ഇട്ട് കൊടുക്കും കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ചെയ്യണത്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. എന്താ പറയുക, ഇത് അത്ര വലിയ കാര്യം അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആ മാവ് കുഴക്കുമ്പോൾ ഉള്ള ആ ഒരു ഇത് മാത്രം നോക്കിയാൽ മതി. ബാക്കിയെല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. കണ്ടോ, അങ്ങനെ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. പരത്തി ഹോളിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കിംഗ് ഓയിലിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇടുമ്പോൾ ഉണ്ടല്ലോ, ഒരുപാടങ്ങ് ഹീറ്റ് ആവരുത്, എന്നാൽ ഹീറ്റ് ആവുകയും വേണം. ആ ഒരു പാകത്തിന് ഇട്ട് കഴിയുമ്പോൾ നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഓയിൽ അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്തോറും അതിങ്ങനെ പൊങ്ങി വരും കേട്ടോ. കണ്ടോ, അങ്ങനെ എല്ലാം നമ്മൾ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ എന്താ പറയുക കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ബ്രൗൺ കളർ ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും കോരി മാറ്റാം. അങ്ങനെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ മാറ്റിയ സംഭവമില്ലേ, അതാണ് ആ റൗണ്ടിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ ബണ്ണ് ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. ആ ഒരു സാധനം ചോക്ലേറ്റ് മുക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള കേട്ടോ, ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതിനകത്തോട്ട് ഈ ഓരോ ഡോണറ്റ്സും മുക്കിയെടുക്കുവാണ്. ഇനി വെറുതെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ചോക്ലേറ്റിൽ മുക്കിയെടുത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഡോണറ്റ്സ് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. എല്ലാവരും അപ്പോൾ ചെയ്ത് നോക്കണം. പിള്ളേർ പറയുന്ന നേരം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്